ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് വേറെ പണിയൊന്നുമില്ല എന്ന് വിചാരിക്കരുത്. ഇന്ന് തീർച്ചയായും നല്ല പണിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് തൊട്ട വീട്ടിലൊരു ചേച്ചിൻ്റെ ചെക്കൻ്റെ വീട് പെണ്ണ് വീട് കാണാൻ പോകുന്നു. അത് രണ്ടും ഒരു ദിവസം തന്നെ. അപ്പോൾ അതിനായി തന്നെ രാവിലെ റെഡിയായി അവിടെ പോയി ഗൈസ്. കറക്റ്റ് സമയമായിരുന്നു. ഞാൻ പോയ സമയത്ത് തന്നെ ചെക്കൻ്റെ വീട്ടുകാർ വന്നു. അങ്ങനെ പെണ്ണിനെയും പോയി കണ്ടിട്ട് ജസ്റ്റ് ചെക്കൻ്റെ വീട്ടുകാർ വരുന്നതും കണ്ടു. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ പോയി ഗൈസ്. അപ്പോൾ അവരുടെ ഒരു കസിനാൾ വന്നിട്ട് പെണ്ണിന് പൂവൊക്കെ വെച്ച് കൊടുക്കല്. ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ ചടങ്ങ്. പിന്നെ ഞങ്ങൾക്ക് എൻഗേജ്മെൻറ്റൊക്കെ കല്യാണ ദിവസമായിരിക്കും. അങ്ങനെ ചെക്കൻ ചിരിച്ച് ഉള്ളിലോട്ട് പെണ്ണിനെ കാണാൻ നാണിച്ച് വരികയായിരുന്നു. അതിനുശേഷം നമ്മളവിടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് സംസാരിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തും ഉള്ളിലായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ വെളിയിൽ വന്ന് നിന്നു എന്തിനോ വേണ്ടി നിൽക്കുകയാണ്. അവസാനം വിശക്കാൻ തുടങ്ങി എല്ലാവർക്കും. പക്ഷെ ഫുഡ് കഴിക്കണം, അവിടെ ഫുള്ള് തിരക്ക്. അങ്ങനെ അവസാനം പെണ്ണിനെ മാത്രം അയച്ചു വിട്ടു. ചെക്കൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ പിന്നെയും അനാഥരായി. അങ്ങനെ അവർ ഫുഡ് കഴിക്കണത് ഞങ്ങൾ വായി നോക്കി നിൽക്കുന്ന അവസ്ഥയാണ്. പിന്നീട് ഒരു പ്ലേറ്റ് കിട്ടി. അവസാനം ഇരുന്ന് ഫുഡൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങളുടെ വിശപ്പ് പോയി. എന്നാലും ഞങ്ങൾ കുറച്ചൊക്കെ കഴിച്ചു. പിന്നീട് അവർ ഇറങ്ങി. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. കാരണം അടുത്ത റൗണ്ടിലേക്ക് റെഡി. കാരണം ചുരിദാർ ഇട്ടിട്ട് വെയിലത്ത് ഭയങ്കര കൺജസ്റ്റിംഗ് ആയി. അതിനുശേഷം ഞങ്ങളൊക്കെ മാറി. എൻ്റെ അനിയത്തി ഡ്രസ്സൊന്നും മാറിയില്ല, അവൾക്ക് ആ ഡ്രസ്സ് തന്നെ മതി വരും. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് കുറച്ച് പേരൊക്കെ ഡ്രസ്സ് മാറി. പിന്നെ അതിന് ശേഷം വണ്ടി വന്നു. പക്ഷെ വണ്ടി ഹൗസ്ഫുള്ളായി. അപ്പോൾ അതിന് ശേഷം അടുത്ത വണ്ടി പ്ലാൻ ചെയ്തു. അപ്പോൾ ഇവിടെ പിള്ളേർ എന്തൊക്കെയോ കളിക്കണം, അതൊക്കെയാണ് ഞങ്ങൾ. പക്ഷേ അടുത്ത വണ്ടി വന്നു, അടുത്ത വണ്ടി ഹൗസ്ഫുള്ളായി. അതിനുശേഷം ഞങ്ങൾ ഓൾറെഡി വന്ന വണ്ടിയിൽ തന്നെ കുറച്ച് ആൾക്കാർക്ക് കയറാം. അപ്പോൾ നിന്നിട്ടെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ പോകും എന്നുള്ള തളരരുത് കേശവ എന്നുള്ള അവസ്ഥയ്ക്ക് ഞങ്ങൾ പോയി. അതിനുശേഷം രണ്ട് വണ്ടിയിലത്തെ ആൾക്കാരും അടങ്ങിയെന്ന് ഒരു പടയെ ഇറങ്ങിയ അവസ്ഥയായി. അങ്ങനെ ഞങ്ങൾ ചെക്കൻ്റെ വീടെത്തി ഗൈസ്. അവിടെ പോയതും ചിയേഴ്സ് അടിച്ചിട്ട് ഞങ്ങൾ ജ്യൂസ് കുടിച്ചു. അങ്ങനെ ആ തണുപ്പ് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ മഞ്ജുവിൻ്റെ കയ്യിൽ കുടിച്ച് ഗ്ലാസ്സൊക്കെ കൊടുത്തു. പിന്നെ കല്യാണ സാരി എൻഗേജ്മെൻറ്റ് സാരിയും കാണിച്ചു തന്നു. അതൊക്കെ നോക്കി എവിടെ പോയാലും തിരക്ക് ഗൈസ്. അങ്ങനെ ഞങ്ങൾക്ക് റൂം കാലിയായി കിട്ടി. അങ്ങനെ ഞങ്ങൾ മൊത്തം എല്ലാവരും അതിൽ കയറിയിരുന്നു. പിന്നെ അതിന് ശേഷം എല്ലാവർക്കും പിന്നെയും വിശക്കാൻ തുടങ്ങി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ തിരക്ക് കൊണ്ട് ഞങ്ങൾ മെല്ലെ ഇരുന്നാണ് ഫുഡ് കഴിച്ചത്. അതിനുശേഷം ഫുഡ് കഴിക്കാൻ പോയവിടെ അവിടെയും തിരക്ക്. പിന്നെ ഞങ്ങളങ്ങനെ സദ്യയായിരുന്നു, അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു സദ്യ. അപ്പോൾ ഞങ്ങളിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വയറ്റി പായസത്തിനൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വരികയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസ് ചെയ്യാൻ വന്നു. അതും ഫ്ലോപ്പ്, ഒന്നൊന്നര ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഒരാൾ ഇങ്ങോട്ട് കളിച്ചാൽ ഒരാൾ അങ്ങോട്ട് കളിക്കുന്ന അവസ്ഥയും. അവിടെ പോയാലും ഈ പരിപാടി തന്നെയാണ്. പിന്നെ റോട്ടിൽ നിന്ന് എന്തൊക്കെയോ കാണിച്ചു. പിന്നെ അതിന് ശേഷം കുറച്ച് സമയം അവർക്ക് ഫസ്റ്റ് വണ്ടിയിൽ പോയി. പിന്നെ ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മിണ്ടാതെ നിന്നു. പിന്നെ അടുത്ത വണ്ടി വന്നപ്പോൾ ശരി ഞങ്ങൾ വണ്ടിയിൽ കയറി. ബാക്കിയുള്ളതിനെയും കൂടി കയറ്റിയിട്ട് ഒന്ന് സെറ്റായി. അതിനുശേഷം ഞങ്ങൾക്കുള്ളൊരു ഹോബി ഫോട്ടോ എടുക്കൽ, വീഡിയോ എടുക്കൽ, ഡാൻസ് കളിക്കൽ. അങ്ങനെ ഞങ്ങളവിടെ സപ്പോർട്ടിന് ഞങ്ങളടുത്തൊരു മുത്തശ്ശൻ വന്നു. സുമ്മാ വിട്ടുപോകുമ്പോൾ അടിച്ച് കസർത്തി ഗൈസ്. ഞങ്ങൾക്ക് അത്യാവശ്യം അറിയുന്ന സ്റ്റെപ്പുകൾ ഞങ്ങൾക്ക് കോമൺ ആയിട്ട് ഈ ഗ്രൂപ്പിസത്തിൻ്റെ കൂടെ കളിക്കാനായിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ വെച്ചിട്ടുണ്ടാവുള്ളൂ. പിന്നെ കോമൺ ആയിട്ടുള്ളൊരു 2 പാട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ നോർമലായിട്ട് വെക്കുന്ന പോലെ പാട്ടും വെച്ച് അടിച്ച് കസർത്തു. അങ്ങനെ അവസാനം വീടെത്തി. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. അവസാനം അങ്ങനെ പിരിഞ്ഞു. ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.